എത്ര സുന്ദരമായ ദൃശ്യങ്ങൾ. ഞാൻ വരുന്നു, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇതിനേക്കാൾ സുന്ദരമായ വേറൊരു ദൃശ്യം ഞാൻ പറയട്ടെ. പറയ്. ഒരു സ്ലാബ്, അതിലൊരാൾ ഇങ്ങനെ കിടക്കും. എന്നിട്ട് പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ ഇങ്ങനെ തുറക്കുന്നു. അകത്തേക്ക് അതിസുന്ദരിയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. എന്നിട്ട് ആ സ്ത്രീ അവിടെ ഇരിക്കുന്ന ഒരു ചുറ്റിക എടുത്ത് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ തലയിലേക്ക് ആഞ്ഞടിക്കുന്നു. ചെറുപ്പക്കാരൻ പക്ഷെ അനങ്ങുന്നില്ല. എന്നിട്ട് അവൻ മരിച്ചു കിടക്കുമല്ലേ. സ്ലാബേ മോർച്ചറിയുടെ സ്ലാബാ. അവിടെ കിടക്കുന്ന ചെറുപ്പക്കാരൻ നീ. അപ്പൊ അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. ഇത് സ്വപ്നമല്ല, അടുത്തന്നെ നടക്കാൻ പോകുന്നത്. അത്ര എളുപ്പമാണോ ഞാൻ മരിക്കാന്നൊക്കെ പറയുന്നത്? അത്രയ്ക്കും വേണോ? വേണോടാ, നിനക്ക് സംശയം ഒട്ടും വേണ്ട. എല്ലാം നടക്കും. എത്ര പേരെയാ നീ ഇല്ലാതാക്കിയത്, എത്ര പേരെ കാണാതായത്. നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലേ ഞങ്ങൾക്കും പലതും ചെയ്യാം. ബുദ്ധിമുട്ടും. ഞങ്ങളല്ല, നീ. കാണാം. പിന്നെന്താ. അപ്പോഴേ ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അന്തവും കുന്തവും ഇല്ലാതെ, ബോധം പോലും ഇല്ലാതെ ഒരാൾ ആശുപത്രി കിടക്കുന്നുണ്ടല്ലോ, നിന്റെ അമ്മ. അവിടെ ആരുണ്ട് കാവല്? അതൊക്കെ ഉണ്ട്. ആര്? തങ്കച്ചിയുണ്ട്. അപ്പൊ തങ്കച്ചിയെ നീ നിന്റെ ബാല്യക്കാരിയാക്കി മാറ്റിയോ? തങ്കച്ചിയെ മാത്രമല്ല, നിന്നെ ഞാൻ അങ്ങനെ. എന്തിനാടി ഈ പാവങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത്? എന്നെ കെട്ടാൻ സമ്മതമാണ് എന്നൊറ്റ വാക്ക് മതിയല്ലോ എല്ലാ പ്രശ്നവും അവസാനിക്കാൻ. അന്ന് സൂര്യൻ പടിഞ്ഞാറുദിക്കും. കാക്കതെ ഇങ്ങനെ മലർന്നു പറക്കും. ഓരോന്നിനെ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും. നീ കണ്ടോ? കണ്ടോളാമേ. എന്നാ ശരി, അടിയൻ. താൻ എത്തിയോ? ഒറ്റയ്ക്കിരുന്ന് നേരം വെളുപ്പിക്കേണ്ടി വരുമോന്നായിരുന്നു എന്റെ പേടി. ഇനിയിപ്പോ താനുണ്ടല്ലോ. ഈ അവസ്ഥയിൽ എത്തിയോ തങ്കച്ചി? ഇതൊക്കെ ഒരു സർവീസ് അല്ലേ സ്വാമി? ശരത് എന്ന കൂട്ടുകാരന് തങ്കച്ചി എന്ന കൂട്ടുകാരി ചെയ്തു കൊടുക്കുന്ന സഹായം. ഞാനിതിനെ അങ്ങനെയല്ല കാണുന്നത്. തങ്കച്ചിനെ എനിക്ക് അറിയാത്തതല്ലോ. ശരത്തിന്റെ അമ്മയ്ക്ക് കാവലിരിക്കാൻ മാത്രം സ്നേഹമൊന്നും തങ്കച്ചിക്ക് ശരത്തിനോടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ, അവൻ എന്ത് പറഞ്ഞാ തങ്കച്ചിയെ ഭീഷണിപ്പെടുത്തണം? ഭീഷണിയോ? എന്നെയോ? അതും അവൻ. തനിക്കിത് എങ്ങനെ ചോദിക്കാൻ തോന്നി സ്വാമി? ഇങ്ങനെയൊക്കെ ആരുടെങ്കിലും ഭീഷണിക്ക് വഴങ്ങുന്നവളാണോ ഞാൻ? താൻ അങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നത്? അത് കള. വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ ആരും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങും. ശരി, പറയാൻ ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അതാ നല്ലത്. എന്തായി സിദ്ധുവിന്റെ കാര്യം? അടുത്ത കാലത്ത് എങ്ങാനും അയാൾ ജാമ്യത്തിൽ ഇറങ്ങോ? ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യം കൊടുത്തല്ലേ പറ്റൂ. ഒരുപാട് കാലൊന്നും അകത്ത് പിടിച്ചിടാൻ പറ്റില്ലല്ലോ. വക്കീല് പുറത്തിറങ്ങിയാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെന്താ തങ്കച്ചി അങ്ങനെ പറഞ്ഞത്? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് വക്കീലല്ലേ? ആർക്കറിയാം. എനിക്ക് തോന്നുന്നില്ല അത് സിദ്ധു ആയിരിക്കും. സിദ്ധു അങ്ങനെ ചെയ്യോ? സ്വാമി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഉള്ളത് പറയാലോ തങ്കച്ചി, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പിന്നെ മനുഷ്യനാണ്, എപ്പോഴാ ഓരോന്ന് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ഞാൻ പറയാം, ഈ കൂട്ടത്തില് ഏറ്റവും അപകടകാരി ശരത്താ. അവനായിട്ട് അടുത്താലും പ്രശ്നമാണ്, അകന്നാലും പ്രശ്നമാണ്.
അതോർത്താൽ എല്ലാവർക്കും നല്ലതാണ്.